മൊബൈൽ ഗെയിമുകളെ സംബന്ധിച്ച് ഒരു അനലൈസേഷനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മൊബൈൽ ഗെയിം വ്യവസായം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വിപുലമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ കൂടിയ ആപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആഗോള മൊബൈൽ ഗെയിമിലെ 2024 കണക്ക് 7,67,000 രൂപയുടെ മൊത്തം ബിസിനസ്സാണ്. ഇന്ത്യയിൽ മാത്രം 28,350 കോടിയാണ് ഇന്ത്യയുടെ. 2028 ആകുമ്പോഴത്തേക്കും ഇത് ഏകദേശം 56,000 കോടിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മൊബൈൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലേയേഴ്സാണ് ഇതിലിപ്പോൾ ഉള്ളത്. ചെറിയതും ഉണ്ട്. സോണി കമ്പനി, മൈക്രോസോഫ്റ്റ്, ഇവരാണ് ലീഡിംഗ് പ്ലെയർ. നമ്പർ 1 ഇവരാണ്. അവരുടെ ഗെയിമുകൾ ഈ വിഭാഗത്തിൽ, അതായത് സോണി എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ കോൺട്രിബ്യൂഷൻ ഗെയിം എന്ന് വലുതാണ് അവർ കിട്ടിയിലേക്ക്. പിന്നെ നിറ്റൻഡോ എന്ന് പറഞ്ഞ ഒരു ജപ്പാൻ കമ്പനിയാണ്. അത് ചെറിയ കമ്പനിയാണെങ്കിലും വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ വേറൊരു ജയന്റ് കമ്പനിയാണ് ചൈനീസ് കമ്പനി ടെൻസെന്റ്. ടെൻസെന്റ് മൊബൈൽ ഗെയിം വരുമാന മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന ഒരു കമ്പനിയാണ് ടെൻസെന്റ്. അതേസമയം അത് AI മേഖലയിലേക്കും വ്യാപനം തുടരുകയാണ്. കാരണം ഇനി ഫ്യൂച്ചർ AI ആണല്ലോ. ആപ്പിൾ ഫോണും ഗൂഗിളും രണ്ടും ഈ ഗെയിം ഇൻഡസ്ട്രിയിലുണ്ട്. അവർ പ്ലാറ്റ്ഫോം തലത്തിൽ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും വഴിയാണ് ഇത് മോണോട്ടൈസേഷൻ നടത്തുന്നത്. എന്നാൽ ഇവയുടെ പ്രധാന വരുമാനം വൻതോതിലുള്ള ഹാർഡ്വെയറും സേവനങ്ങളും വഴി വരുന്നതാണ്. പിന്നെ വേറൊരു കമ്പനിയാണ് വാൾവ്. ഇത് PC ഗെയിമിങ്ങിൽ ഇപ്പോൾ ശക്തമായ സ്വാധീനം പുലർത്തുന്നുവെന്നും സ്റ്റീം വിതരണ വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് പിടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വൻ ലാഭം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. ഇനി കമ്പനിയെക്കുറിച്ച് വിശദമായി പറയാം. ഇതിൻ്റെ വാല്യുവേഷൻ എത്രയാണ്, ഇതിൻ്റെ ആനുവൽ റവന്യൂ എത്രയാണ്, ഇത് പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കുന്നു, ഇത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് സോണി, അതായത് സോണി ഈ ഇൻഡസ്ട്രിയിൽ മൊത്തം, ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ മൊത്തം ഉള്ളൊരു ഇൻഡസ്ട്രി ആണല്ലോ സോണി TV. സോണി കമ്പനിയുടെ വാല്യുവേഷൻ 1408 കോടി ബില്യൺ ഡോളറാണ് അതിൻ്റെ വാല്യുവേഷൻ. അതിൽ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് 7.7 ബില്യൺ ആണ്. നെറ്റ് പ്രോഫിറ്റ് 7.7 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് അവർ, പ്രോഫിറ്റാണ് അവർ ഉണ്ടാക്കുന്നത്. അവർ ഇൻഡസ്ട്രിക്ക്, സോണി ഇൻഡസ്ട്രിക്ക് അവരുടേതായ ചില ഏരിയയുണ്ട്. പ്ലേ സ്റ്റേഷൻ കൺസോൾസ് ആണ് അവരെ പ്രധാന വരുമാനം വരുന്ന ഒരു 3 ട്രില്യൺ ആണ്. ഇതിൻ്റെ ലാഭം 245 ബില്യൺ ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂഷൻ 3 ട്രില്യൺ ഡോളേഴ്സ് ആണ് ഇതിൻ്റെ വാല്യൂഷൻ. ഇത് 245 ബില്യൻ്റെ ടേൺ ഓവർ ഉണ്ട്. ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 88 ബില്യൺ ആണ് മൊത്തം. പ്രധാന വരുമാനം എക്സ്ബോക്സ് ഹാർഡ്വെയറും ഗെയിം പാസ് ആൻഡ് ക്ലൗഡാണ്. ഇതിൻ്റെ അകത്താണ് അവർക്ക് വരുമാനം വരുന്നത്. പിന്നെ ഒരു ജാപ്പനീസ് പ്ലെയർ ആണ് നിൻറ്റൻഡോ. ഇത് ഒരു പബ്ലിക് കമ്പനിയാണ്. ഇതിൻ്റെ വാല്യുവേഷൻ ഏകദേശം 8 ബില്യൺ ഡോളറാണ്. അവർ നെറ്റ് പ്രോഫിറ്റ് ഒരു കൊല്ലം 1.9 ബില്യൺ ഡോളറാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ്. നിൻറ്റൻഡോ എന്ന കമ്പനി പ്രധാന വരുമാനം ഫാമിലിയിൽ ഉള്ള വീഡിയോ ഗെയിമുകളാണ് അവർക്ക്. അതിൻ്റെ സ്വിച്ച് ഫാമിലി പ്ലാറ്റ്ഫോംസ് എന്നാണ് മൊത്തമായിട്ട് അതിന് പറയുന്നത്. പിന്നെയുള്ളത് ടെൻസെൻസ് ആണ്. അത് 400 ബില്യൺ ഡോളറിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. ബില്യൺ ഡോളർ, 98 ബില്യൺ ടേൺ ഓവർ ഉണ്ട്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 28 ബില്യൺ ഡോളറാണ്. ഇതിൻ്റെ പ്രധാന
വരുമാനം മൊബൈൽ ഗെയിംസും അഡ്വർടൈസ്മെൻറ്റും ഡിജിറ്റൽ സർവീസാണ്. ഇതിൻ്റെ അകത്താണ് ടെൻസെന്റ് വരുന്നത്. പിന്നെ ഇരുന്നത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ വാല്യൂഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു 3.5 ട്രില്യൺ വാല്യൂഷനുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ മൊബൈൽ ഗെയിമിൻ്റെ മൊത്തം ടേൺ ഓവർ $391 ബില്യനാണ്. അത് 96.8 ബില്യൺ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത് കൂടുതൽ ആപ്പ് സ്റ്റോഴ്സും പ്രധാനമായും അതിൻ്റെ ഹാർഡ്വെയറും മറ്റും ആണ് അവരെ iOS സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്. വേറൊരു കമ്പനിയാണ് വാൾവ്, VALVE. ഇത് $8 ബില്യൺ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിൻ്റെ വാല്യുവേഷൻ ഏകദേശം $2 to $3 ബില്യൺ വരെ ഇതിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് 1.1 to $2 ബില്യൺ വരെ ഇവരെ പ്രോഫിറ്റ് ഉണ്ട്. PC ഗെയിംസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവരെ മെയിൻ പ്രധാന വരുമാനം. ഇനി നമുക്ക് ഓരോരോ കമ്പനിയും അതിൻ്റെ മാർക്കറ്റ് ഷെയർ, അത് എത്ര ഓരോരോ വേൾഡിൽ എന്താണ് അതിൻ്റെ സ്റ്റാൻഡ് എന്ന് നോക്കാം. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സോണി കൺസോള് നമ്പർ 1 ആണ്. വേൾഡിലെ നമ്പർ 1 മൊബൈൽ ഗെയിമിൽ ടോപ്പിൽ നിൽക്കുന്നത് സോണിയാണ്. അത് ഹാർഡ് കോർ ഗെയിമേഴ്സും പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് പ്രൊഫഷണൽസും ഒക്കെയാണ് സോണി ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് സെക്കൻഡിലാണ്. അവർ ഗെയിം പാസ്, സ്റ്റുഡിയോ അക്വിസിഷൻ, അങ്ങനെ പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ. മൂന്നാം സ്ഥാനം ജാപ്പനീസ് കമ്പനിയായ നിറ്റൻഡോ ഹൈബ്രിഡ് കൺസോൾ ആണിത്. ഇത് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ടെൻസെന്റ് എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയാണ്. ഇന്നത്തെ സ്ഥാനം ആപ്പിൾ പിന്നെ ഗൂഗിള്, ഇവർ രണ്ടും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു പൊസിഷൻ. അങ്ങനെ വാൾവ് PC ഗെയിമിങ് നമ്പർ 1 ആണ്. വാൾവ് PC ഗെയിമിങ് ഒരു PC സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇവരെ ഡൊമൈൻസ് ഉണ്ട്. മൂവി, പാർക്കുകൾ, മെർച്ചൻഡൈസ്, ഇതൊക്കെയാണ് ഇവരെ പ്രത്യേകത. അങ്ങനെ ഈ മഹത്തായ ഈ വീഡിയോ ഗെയിം ഇൻഡസ്ട്രിയിൽ സോണി, മൈക്രോസോഫ്റ്റ്, അതുപോലുള്ള വലിയ വലിയ ആപ്പിള്, ഇവരൊക്കെയാണ് വീഡിയോ ഗെയിമിലെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്. ഈ മൊബൈൽ ഗെയിം ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞ പോലെ വളരെ ഹൈ ടേൺ ഓവറുള്ള, ഹൈ പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ്. ഇത് ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു കമ്പനിയാണ്. 7,67,000 കോടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ടോട്ടൽ ടേൺ ഓവർ. ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. അവർ 2024 28,350 കോടിയോളം ബിസിനസ് ചെയ്തു. പിന്നെ ഇന്ത്യയുടെ വളർച്ചയും ഏകദേശം 2028 ആകുമ്പോഴത്തേക്കും 56,000 കോടി വളരാൻ സാധ്യതയുള്ളൊരു ബിസിനസ്സാണ്. ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ വളരെ ജെന്യൂനായിട്ടുള്ള ഒരു അനലൈസേഷനാണ്. ഇതിൽ ഹാർഡ്വെയർ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഹാർഡ്വെയറിൻ്റെ ബിസിനസ് ചെയ്യാം, സോഫ്റ്റ്വെയർ ചെയ്യുന്നവർക്ക് സോഫ്റ്റ്വെയർ ചെയ്യാം, ആപ്പ് ചെയ്യുന്നവർക്ക് ആപ്പ് ചെയ്യാം. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഹർഷജിത്ത്.